പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ചാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എപ്പോഴാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം എന്താണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും വിശദമായി നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെ ഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ, അവരെ വിഷമങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ, അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞെന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് പലരും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. അഥവാ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ചാണ്. എപ്പോഴാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്, സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം എന്താണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലാഹു നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ഒന്നാമത്തെ പ്രത്യേകത, പാപമോചന പ്രാർത്ഥനകളുടെ രാജാവാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതുകൊണ്ടാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നമ്മൾ അറബിയിൽ പറയാനുള്ള കാരണം. പാപമോചനത്തിനായി ഒരുപാട് പ്രാർത്ഥനകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ പാപമോചന പ്രാർത്ഥനയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, പാപമോചന പ്രാർത്ഥനകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, പാപമോചന പ്രാർത്ഥനകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണ്. അതുപോലെ തന്നെ ഈ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും ആശ്വാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ, ടെൻഷനുകൾ മാറാൻ, വിഷമങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുകയാണ്. അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധി അതിൽപ്പെട്ടതാണ് അല്ലേ? സാമ്പത്തികമായ അഭിവൃദ്ധി അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈ ദുആ, ഈ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കും. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, മക്കളിൽ ബറക്കത്തുണ്ടാകും. അതുപോലെ തന്നെ വെള്ളം, ഒരുപാട് ആളുകൾക്ക് വെള്ളമില്ലാത്ത പ്രയാസമുണ്ട് അല്ലെ? നല്ല ചൂടുള്ള സമയം വെള്ളമില്ല, കിണറ്റിലൊക്കെ വെള്ളം വെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ വിപത്തുകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കുക. അതുപോലെ നമ്മളെ വിശ്വാസം വർദ്ധിക്കുമെന്നുള്ളതാണ്. ഈമാൻ വർദ്ധിക്കുക, അതല്ലേ നമുക്ക് വേണ്ടത്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം വർദ്ധിക്കണം. അതിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാരണമാകട്ടെ. നമ്മൾ ധാരാളം സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റിലേക്ക് പോകൂല. ചെയ്ത തെറ്റാണെങ്കിൽ അല്ലാഹു മാപ്പ് നൽകുകയും ചെയ്യും. പിന്നെ എന്തായാലും നമുക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ധാരാളം ചെയ്യുക. പാപമോചനത്തിന് ഏറ്റവും ഉത്തമമായ ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമ്മളിലേക്ക് വരുന്നത് പാപമോചനത്തിന്റെ 10 അഥവാ ഇന്നത്തെ രാത്രിയോടുകൂടെ റഹ്മത്തിന്റെ 10 നമ്മൾ ഇന്ന് വിട പറയാണ്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ ഇന്ന് വിട പറയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. റഹ്മത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി മുതൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് പാപമോചനത്തിന്റെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. നമ്മൾ ധാരാളം പറയേണ്ട സമയമാണ്. ആ കൂട്ടത്തിൽ ഈ
10 ഇനി ദിവസങ്ങൾ മുഴുവനും സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? രാത്രിയിലും പകലിലും ചൊല്ലണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ രാത്രി സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രഭാതമാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പ്രഭാത സമയത്ത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി അങ്ങനെ രാത്രിയാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ അവനക്ക് സ്വർഗ്ഗം ലഭിക്കുകയാണ്. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയതിന്റെ പേരില് അല്ലാഹുവേ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. അതുപോലെ നമ്മൾക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വിഷമങ്ങളൊക്കെ മാറും. എന്ത് വിഷമാണെങ്കിലും, മക്കളെ കുറിച്ചാണെങ്കിലും ഭർത്താവിനെ കുറിച്ചാണെങ്കിലും ഭാര്യയെ കുറിച്ചാണെങ്കിലും സാമ്പത്തികമായ പ്രയാസമാണെങ്കിലും എന്ത് വിഷമം വരുമ്പോഴും ഈ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ സങ്കടങ്ങളും വിഷമങ്ങളും മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് ചൊല്ലി നോക്കി അതിന്റെ അർത്ഥം പറയാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം കഴിയുന്ന ആളുകളൊക്കെ ഈ ഇസ്തിഗ്ഫാർ പതിവാക്കുക. ഒന്നുകൂടെ ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചൊല്ലണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോ. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല. ഖലഖതനി, നീ എന്നെ പടച്ചു. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, എൻ്റെ കഴിവിന്റെ പരമാവധി നീ ചെയ്ത കരാറുകളും വാഗ്ദാനങ്ങളും അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു റബ്ബേ. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്ത ദോഷത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു, നിന്നോട് രക്ഷ ചോദിക്കുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ സമ്മതിക്കുന്നു അല്ലാഹ്. വ അബൂഉ ബിദംബി, എൻ്റെ പാപങ്ങൾ ഞാൻ ചെയ്ത തിന്മകൾ ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഫഗ്ഫിർ ലി, എനിക്ക് നീ മാപ്പ് നൽകണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റാരും പാപം പൊറുക്കുന്നവനില്ല. ഇതാണ് ഈ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. ഈ അർത്ഥവും മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ വമ്പം വിജയം നമ്മളെ ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയും. ആത്മീയമായ പുരോഗമനം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കും. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും അതിൽ പങ്കെടുക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. രാവിലെ 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ആളുകൾ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ മജ്ലിസിൽ ഒന്ന് പങ്കെടുത്തു നോക്ക്. സമാധാനം ഉണ്ടാകും, റാഹത്ത് ഉണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.